ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് നിയമവിരുദ്ധമായി വിദേശത്ത് നിന്നും ഫണ്ടുകൾ ലഭ്യമാക്കിയിരുന്ന മുഖ്യ കണ്ണിയെയാണ് ഇപ്പോൾ NIA പൊക്കിയെടുത്തിരിക്കുന്നത്. സംഘടന നിരോധിച്ചതുകൊണ്ടോ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തതുകൊണ്ടോ ഇവരിൽ കുറേയധികം ആളുകളെ കൊണ്ടുപോയി തിഹാർ ജയിലിൽ ഇട്ടതുകൊണ്ടോ ഇവരുടെ ഓഫീസുകൾ അടച്ചു പൂട്ടിയതുകൊണ്ടോ മാത്രം ഈ രാജ്യത്തു നിന്നും ഭീകരതയെയും തീവ്രവാദത്തെയും രാജ്യവിരുദ്ധ ശക്തികളെയും ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ പോലും വിചാരിച്ചിട്ടില്ല. കാരണം അതൊന്നും സാധ്യമായ വസ്തുതകളല്ല. ഇപ്പോ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് തൊട്ടു മുമ്പ് കോഴിക്കോട് ഒരു മഹാജന സമ്മേളനം നടത്തുന്നു പോപ്പുലർ ഫ്രണ്ടുകാര്. അതിനകത്ത് 5 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ എഴുതിയത്. ശരി, എത്രയോ ആകട്ടെ. എന്തായിരുന്നാലും പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ അണികളും എത്തിയിട്ടുണ്ടോ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതാനും വിരലിലെണ്ണാവുന്ന കുറച്ച് നേതാക്കളെ മാത്രം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചപ്പോൾ ഇവരങ്ങ് അടങ്ങിയെന്ന് വിചാരിച്ചോ? ഇവരെ മുഴുവനും തുരത്താൻ സാധിക്കുമെന്ന് വിചാരിച്ചോ? ഈ രാജ്യത്ത് നിന്ന് തന്നെ തീവ്രവാദം അങ്ങ് കടല് കയറി പോകുമെന്ന് വിചാരിച്ചോ? ഇല്ല, ഇങ്ങനെയൊന്നും ആരും ഇവിടെ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം അതൊന്നും സാധ്യമായ വസ്തുതകളല്ലേ അല്ല. പോപ്പുലർ ഫ്രണ്ടിനെ തുരത്തിക്കഴിഞ്ഞാൽ അവരുടെ തന്നെ രാഷ്ട്രീയ വിഭാഗമായ SDPI ഇവിടെ നിൽപ്പുണ്ട്. അവരുടെ മതവിഭാഗത്തെ മാത്രം ഉന്മൂലനം ചെയ്തതുകൊണ്ട്, അതല്ലെങ്കിൽ 5 വർഷത്തേക്ക് ബാൻ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് പ്രവർത്തിക്കാൻ ഇവിടെ മറ്റ് സെക്യുലറിസ്റ്റ് പാർട്ടികളുണ്ട്. ആ സെക്യുലർ പാർട്ടികളിൽ അവർക്ക് കൃത്യമായ രൂപത്തിൽ പ്രവർത്തിക്കാൻ ഇടം നൽകാനുള്ള സെക്യുലറിസ്റ്റുകളുമുണ്ട്. ബീഹാർ ഈസ്റ്റ് ചമ്പാരൻ ജില്ല, അവിടുത്തെ ഒരു സ്വദേശിയായ മുഹമ്മദ് സജ്ജാദ് ആലമാണ് ഇപ്പോൾ NIAയുടെ പിടിയിലായിരിക്കുന്നത്. ഇവർക്ക് കോടിക്കണക്കിന് പണമാണ് വിദേശത്ത് നിന്ന് വരുന്നത് എന്ന് NIA നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ റൌഫിലൂടെയും സത്താറിലൂടെയും ഒക്കെ ഈ കേരളത്തിൽ വിപണനം ചെയ്തിരുന്നത്, അവർ മാധ്യമങ്ങളെ വിലക്കെടുത്തിരുന്നത് ഇക്കണ്ട കോടികൾ ഇറക്കിയാണ് എന്ന യാഥാർത്ഥ്യം NIA ആണ് പുറത്തു കൊണ്ടുവരുന്നത്. ഈ മുഹമ്മദ് സജ്ജാദ് എന്ന് പറയുന്ന വ്യക്തി, മുഹമ്മദ് സജ്ജാദ് ആലം, ബീഹാർ സ്വദേശി, ഇയാൾ ദുബൈയിൽ നിന്ന് തിരിച്ചെത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് NIA ഇയാളെ പിടികൂടുന്നത്. ഇവർക്ക് എവിടെയും യാത്ര ചെയ്യാം. കാരണം ഇവർക്ക് വിദേശത്ത് നിന്നും ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്. ആ ഫണ്ടുകൾ ചിലവഴിച്ച് ഏത് എതിർ ശബ്ദങ്ങളെയും ഉന്മൂലനം ചെയ്യാം. ഏത് എതിർ ശബ്ദങ്ങളെയും വിലക്കെടുത്ത് തങ്ങൾക്ക് അനുകൂലമാക്കുകയും ചെയ്യാം. UAE, കർണാടക, കേരള എന്നിവിടങ്ങളിലെ PFI അനുകൂലികളുടെ സഹായത്തോടെ ദുബൈയിൽ നിന്ന് ഫണ്ടുകൾ എത്തിക്കുന്നതിൽ ആലത്തിന് മുഖ്യ പങ്കുണ്ട്. ഇയാൾ പോപ്പുലർ ഫ്രണ്ട് ഉന്നത നേതാക്കളിൽ നിന്ന് പരിശീലനവും നേടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ NIA പുറത്തു പറയുന്നത്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് 2022 ജൂലൈയിൽ ബീഹാർ ഫുൽവാരി ഷെരീഫ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിലെ 18ാം പ്രതിയായ ആലത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് ഒന്നും കാണിച്ച് പോപ്പുലർ ഫ്രണ്ടിനെ ഭയപ്പെടുത്താൻ കഴിയില്ല. കാരണം നമ്മുടെ CA റൌഫിനെതിരെ ഈ കേരളത്തിലെ 14 ജില്ലകളിലും വ്യാപിക്കുന്ന രൂപത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷമാണ് ഇന്നോവയിൽ കാക്ക കോയമ്പത്തൂരും മഹാരാഷ്ട്രയിലും കർണാടകയിലുമൊക്കെ കറങ്ങി നടന്നത്. കാക്ക കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ജമീഷ മുബിൻ സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം പൊട്ടിത്തെറിച്ചത്. ഇതിലൊക്കെ കാക്കായ്ക്ക് എന്ത് പങ്കാണുള്ളത് എന്ന് NIA തെളിയിക്കേണ്ടുന്ന സംഗതികളാണ്. അതുപോലെ കുക്കർ ബോംബ് സ്ഫോടനവും, ഇതൊക്കെ നമ്മൾ നിരന്തരം അറിയുകയും കാണുകയും ചെയ്യുന്ന സംഗതികളാണ്. രാജ്യത്തിനെതിരെ അതൃപ്തി ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് PFIയുടെ ദർശന രേഖയായ
ഇന്ത്യ 2047 പ്രചരിപ്പിക്കുകയും ഭാരതത്തിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവും നേടിയെടുക്കുന്നതിനു വേണ്ടി യുവാക്കളെ പ്രേരിപ്പിച്ചതായും ഈ ആലത്തിനെതിരെ NIA തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ എത്രയെത്ര ആലന്മാർ ഇനിയും നമ്മുടെ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പണിയെടുക്കുന്നു. ഇന്ത്യ വിരുദ്ധതകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിനെതിരെ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് റിസർച്ച് ചെയ്യുന്ന എത്ര കണ്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇന്നും നമുക്കിടയിലുണ്ട്. ഇന്നലത്തെ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നില്ലേ? പോപ്പുലർ ഫ്രണ്ടിന്റെ ഹവാല ഇടപാടുകളിൽ ഉൾപ്പെട്ട 13,000 പേരാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ കുടുങ്ങിക്കിടക്കുന്നത്. എന്താ അവര് ചെയ്ത തെറ്റ്? NIA ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇക്കാര്യം നമ്മൾ അറിയുന്നതും ഇത്തരം രാജ്യവിരുദ്ധരെ പിടിക്കുന്നതും. ഇതിൽ ഭൂരിഭാഗവും മലയാളികളാണ്. NIA മറന്നു കാണുമെന്നാണ് ഇവർ വിചാരിച്ചത്. പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തതോടുകൂടി NIA അടുത്ത ഓപ്പറേഷനിലേക്ക് തിരിഞ്ഞു. ഓപ്പറേഷൻ ഒക്ടോപ്പസ് ഒക്കെ നമ്മുടെ അജിത് ഡോവലിന്റെ കെയർ ഓഫിൽ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരുപാധികം രക്ഷപ്പെട്ടു എന്നാണ് ഇവർ വിചാരിച്ചത്. ദുബൈയിൽ നിന്ന് ഡൽഹിയിൽ വിമാനമിറങ്ങിയ ബീഹാറി മുഹമ്മദ് ആലത്തിനെ NIA കൈയോടുകൂടി പൊക്കിയപ്പോഴാണ് ചില ഈറ്റില്ലങ്ങൾ ഒന്നിളകിയത്. PFI ബന്ധം കണ്ടെത്തിയ NRI അക്കൗണ്ട് വിവരങ്ങൾ ED ആണ് NIAക്ക് കൈമാറുന്നത്. ഈ അക്കൗണ്ട് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഇത് പ്രതിപട്ടികയിൽ ഉണ്ടോ എന്നും പ്രതികൾക്ക് അറിയില്ല. വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴാകും വിലക്ക് വീഴുക. ഗൾഫ് മലയാളി സുഡാപ്പികളിൽ പലരും നാട്ടിലേക്ക് വരവ് വേണ്ട എന്ന് വെച്ച് അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. ഇവരുടെ കുടുംബാംഗങ്ങളെ വിസിറ്റിംഗ് വിസയിൽ ഗൾഫിൽ കൊണ്ടുപോയിട്ടാണ് ഇപ്പോൾ കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹദ്രാസ് കേസ് പ്രതികളായ സിദ്ദീഖാപ്പന്റെയും റൌഫ് ഷെരീഫിന്റെയും ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ധനസഹായം അയച്ച ആളുകളും ഈ ഹവാല ലിസ്റ്റിലുണ്ട്. നാട്ടിലെത്തിയാൽ വിമാനത്താവളത്തിൽ വെച്ചു തന്നെ ഇവരെ പൊക്കുമെന്നതിൽ സംശയം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും ഇന്നും സോഷ്യൽ മീഡിയയിൽ പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി അക്കൗണ്ടുകൾ തുറന്നു വെച്ച് അവരെ വെള്ളപൂശിക്കൊണ്ടിരിക്കുന്നവരും അവർക്ക് സംഭാവനകൾ നൽകിയവരും അവർക്ക് വേണ്ടി പ്രതികരിച്ചവരും അവർക്ക് വേണ്ടി നിരന്തരം വാദിച്ചവരും പണം വാങ്ങിയവരും കൊടുത്തവരും സാക്ഷിയായവരും ഈ തീവ്രവാദികളെ സഹായിച്ചവരും എല്ലാവരും NIAയുടെ നിരീക്ഷണ രേഖയിലുണ്ട്. ഗൾഫിൽ നമ്മൾ അവിടെ ആനപ്പുറത്തല്ലേ ഇരിക്കുന്നത്, പട്ടിയെ പേടിക്കണ്ടല്ലോ. അവിടെ ഇരുന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ വാനോളം പൊക്കിയ കാക്കാമാരൊക്കെ ഇന്നിപ്പോൾ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ്. നാട് കാണാൻ സാധിക്കില്ല NIA. വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ തന്നെ ഈ ഹിറ്റ് ലിസ്റ്റിലുള്ള സകലമാന മലയാളി പോപ്പുലർ ഫ്രണ്ട് കാക്കാമാരും പിടിയിലാകും. ഫണ്ട് നൽകിയോ പിടിയുറപ്പ്. നന്ദി.